ചെറിയ പെരുന്നാൾ ദിനം ചെറുവണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് കുണ്ടായിത്തോട് അന്ധ പുനരധിവാസ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലാണ് പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ആളുകളൊക്കെ ഇവിടെ വന്നത്. ഇവിടെ പുറത്ത് ഇതിൻ്റെ സംഗീതം പരിപാടി നടത്തുന്നുണ്ട്. ഭക്ഷണ വിതരണം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് അന്തേവാസികളോട് കൂടിയാണ്. അതിൻ്റെ ഒരു ഭാഗമായി ഇന്നിവിടെ തൊഴിൽ പരിശീലിക്കുന്ന സുനിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന കുടയാണ്. അപ്പം ഈ കുട ഇന്ന് ലോകത്തിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. വളരെ നല്ല ഉറപ്പുള്ള വളരെ റീസണബിളായ വിലക്ക് കൊടുക്കുന്ന സാധനമാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പം ലോകർക്ക് വേണ്ടിയിട്ട് ഈ കുടയെയും നമ്മുടെ സുനിയെയും പരിചയപ്പെടുത്തുകയാണ്. സുനിയേട്ടൻ. എൻ്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ് എൻ്റെ സ്വദേശം. ഞാൻ ഇപ്പോൾ ഇവിടെ 3 വർഷത്തിലധികമായി ഇവിടെ നിൽക്കുന്നു. ഇവിടുന്ന് കുട പഠിച്ചു. മറ്റേ പേപ്പർ ബാഗ്, തുണിസഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. കസേരമടയിലുണ്ട്. പിന്നെ കുട ഞങ്ങൾ സീസണിൽ കുട എല്ലാ വർഷവും ചെയ്യലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്ത കുറേ കുടകൾ ഞങ്ങൾ എടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം കുട മെറ്റീരിയൽസ് എടുത്തിട്ടില്ല. അപ്പോൾ അതിനുള്ള കുട വാങ്ങി സഹായിക്കാനുള്ളൊരു ഇത് ചിലവഴിക്കാനുള്ളൊരു മാർഗം കണ്ടെത്തിയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കളർ കൂടെ ഞങ്ങൾ 340 കൊടുക്കുന്നത്. ബ്ലാക്ക് 330 അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിലവഴിക്കാനുള്ളൊരു മാർക്കറ്റ് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണം. കഴിഞ്ഞ വർഷത്തെ കുറേ സാധനങ്ങളോട് എനിക്ക് സ്റ്റോക്ക് ഉണ്ട്. അത് ചിലവാക്കിയിട്ടാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ വിറ്റഴിച്ച് പോകണം. അതാണ് നമ്മുടെ ആവശ്യമാണ് മെയിനായിട്ട്. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും ഏജൻസികളോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഇത് നിലവിൽ പുറത്ത് ചില ഓർഡറുകൾ വരലുണ്ട് 10, 50, 20 അങ്ങനെ മെയിനായിട്ട് കൂടുതലൊന്നും വരലില്ല. ബൾക്കായിട്ടൊന്നും കിട്ടാനില്ല. ഞങ്ങളുടെ സംഘടനയിലെ ജില്ല ഒരു സ്കൂൾ ടീച്ചർ കൊടുത്ത് വെച്ചിട്ടുണ്ടാകുമ്പോൾ കുറച്ച് ഓർഡറുകൾ പിന്നെ കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് അങ്ങനെ ആണ് മെയിനായിട്ട് ചിലവാക്കുന്നത്. 1 to 1 ആയിട്ടുള്ളതാണ് സെയിലാണ്. അല്ലാതെ മെയിനായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ ഓർഡറും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. സ്റ്റോക്ക് ഇവിടെ കഴിഞ്ഞ സ്ഥിതിയാണ്. ഈ വർഷം മെറ്റീരിയൽസൊന്നും എടുത്തിട്ടില്ല. ചിലവാക്കിയാൽ ഞങ്ങൾക്ക് കാര്യമുള്ളൂ. ഇത് ചിലവായിട്ട് വേണം അടുത്ത മെറ്റീരിയൽ അതുകൊണ്ട് എടുക്കാൻ വേണ്ടി. ഒരു ദിവസം എത്ര കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? 5 മുതൽ 6 വരെ കൂടെ ചെയ്യാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് നല്ല ഭംഗിയിൽ ചെയ്യുന്ന കുടയാണ് ഇത്. സാധിക്കുന്ന പരമാവധി ആളുകൾ ഈ കുണ്ടായിത്തോട് അന്ധ പുനരധിവാസ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്ന ഇനി ജൂൺ മാസം ആകാറായി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അതേമാതിരി കുടുംബങ്ങളിലേക്ക് ഒക്കെ തന്നെ നിങ്ങൾ ഈ കുടയെ പരിചയപ്പെടുത്തണം. നിങ്ങൾ പുറമെ നിന്ന് വാങ്ങുന്ന കുട ഇവരിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ജീവിതങ്ങളെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്. അത് അവർക്ക് വലിയൊരു സേവനമായിരിക്കും എന്ന് പറയുകയാണ്. ഈ കുണ്ടായിത്തോട് പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നും ചെറുവണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രതിനിധികളോടൊപ്പം ഞാൻ റഷീദ്, റാസിഖ്, അരിഫ്, ഫിറോസ്, ക്യാമറാമാൻ ഷെരീഫ്, ഇത് സുനി, ഇവിടെ പഠിപ്പിക്കുന്ന മാഷ്. ഇതങ്ങനെ മെയിനായിട്ട് തന്നെയാണ് വിൽപ്പനയുടെ ഒരു ചെറിയ പ്രശ്നം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. സാധനങ്ങൾ ഒരുപാട് ക്ലീനിങ് ഐറ്റംസും ഒക്കെ ഞങ്ങളിവിടെ നിർമ്മിക്കുന്നുണ്ട്. ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, ടോയ്ലറ്റ് ക്ലീനർ അങ്ങനത്തെ ഒക്കെ. പക്ഷെ അതൊക്കെ ഈ വിൽപ്പനയാണ്. എല്ലാ സ്റ്റാളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതലിങ്ങനെ വിറ്റ് പോകാറുള്ളൂ. പേപ്പർ ബാഗ് എങ്ങനെ കൊണ്ട് സാറേ? പേപ്പർ ബാഗ് അങ്ങനെ അങ്ങോട്ട് വിൽപ്പന ആയിട്ടില്ല. ഇതുപോലത്തെ പിന്നെ സ്റ്റാളിനൊക്കെ പോകുമ്പോഴുള്ള കച്ചവടം തന്നെ ഉള്ളൂ. ഇത് ഈ ഹാൻഡ് വാഷുകളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. മുന്നിൽ വെച്ച് ഹാൻഡ് വാഷ് കംപ്ലീറ്റ് ഇവിടെ സോപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് ടോയ്ലറ്റ്. പിന്നെ ഡിറ്റർജന്റ് പൗഡർ ഉണ്ട് അല്ലേ? പൗഡർ ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ബാത്ത് സോപ്പ് ഉണ്ട്. ബാത്ത് സോപ്പിനൊക്കെ 25 രൂപയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ഒക്കെ തന്നെ വീടുകളിലേക്ക് എന്തായാലും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ചെറിയ ചെറിയ കടകളിൽ നിന്നോ ഒക്കെ വാങ്ങുന്ന സാധനങ്ങളാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ ഇനി നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഈ സാധനങ്ങൾ പരമാവധി വാങ്ങാൻ ശ്രമിക്കുക. ഇത് കുണ്ടായിത്തോട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൻ്റെ ഏറ്റവും നെറ്റ് പ്രൈസിൽ ഇത് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും
പരമാവധി നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ തന്നെ വീടുകളിലെ ബെനോയിൽ ക്ലീനിങ്, ടൈൽസ് ക്ലീനിങ്, ഡ്രസ്സ് ക്ലീൻ ചെയ്യുന്നതിനുള്ള സാധനങ്ങൾ, അങ്ങനെ എല്ലാവിധ ഐറ്റംസുകളും സോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഒരുപാട് ജീവിതങ്ങളെ കരുപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പരമാവധി നിങ്ങളൊക്കെ തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തുക. ഉണ്ടായിക്കോട് പുനരധിവാസ കേന്ദ്രത്തിൽ, അന്ത പുനരധിവാസ കേന്ദ്രത്തിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 1 2 ഹോൾസെയിലായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. എല്ലാവരും സഹകരിക്കണം. ഇത് ഒരു ജനതയെ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആരംഭമാണ്, ഒരു ചെറിയ സംരംഭമാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞ് ഈ വീഡിയോ അവസാനിക്കും.